കർണാടക ബംഗളൂരുവിലെ ജി.ടി മാൾ വലിയ രീതിയിൽ പ്രശസ്തി നേടിയിരുന്ന ഒരു മാളാണ്. പക്ഷേ ഇപ്പോൾ അത് ഒരു കുപ്രസിദ്ധിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം അടച്ചുപൂട്ടലിൻ്റെ കാര്യമാണ്. അതെങ്ങനെയാണ്, എന്തിനു വേണ്ടി അടച്ചിട്ടു തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ചർച്ചകളൊക്കെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ ജി.ടി മാൾ അടച്ചിടാനുള്ള കാരണം അത് ഒരു കർഷകൻ മുണ്ടെടുത്തുകൊണ്ട് അവിടെ വരുന്നു, സിനിമ കാണാൻ വേണ്ടി വരുന്നു. അദ്ദേഹത്തിൻ്റെ വസ്ത്രം മുണ്ടെടുത്തുകൊണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ പ്രവേശനം നിഷേധിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നേരിട്ടിട്ടുള്ള അപമാനം അതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നു. തുടർന്ന് അത് രാഷ്ട്രീയ പ്രശ്നം തന്നെയാകുന്ന ഘട്ടത്തിലാണ് അത് അടച്ചു പൂട്ടുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വന്നിരുന്നത്. എന്നാൽ ഈ മാൾ ഒരു വർഷമായി നികുതി അടയ്ക്കുന്നില്ല എന്നുള്ളതായിരുന്നു അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ജി.ടി മാൾ അടച്ചിടാനുള്ള കാരണം എന്താണ് എന്നതാണ് ഇന്നത്തെ കാര്യം. 3 ദിവസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 16-ാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. അന്ന് തൻ്റെ മകനോടൊപ്പം ജി.ടി മാളിലേക്ക് എത്തുന്ന ഈ കർഷകൻ അദ്ദേഹം തനതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള വസ്ത്രധാരണമാണ്. മുണ്ടും ഷർട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു തലപ്പാവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വെച്ചുകൊണ്ട് അദ്ദേഹം സിനിമ കാണുന്നതിന് വേണ്ടി അവിടെ വരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരൻ അദ്ദേഹത്തെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. തുടർന്ന് അദ്ദേഹം പാൻസ് ധരിച്ചാൽ മാത്രമേ അദ്ദേഹത്തിനെ അകത്ത് പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നുള്ള നിലയിലുള്ള നിലപാട് എടുക്കുകയും അത് മാളിൻ്റെ തന്നെ ഒരു തീരുമാനമാണ്, നിയമമാണ് എന്നുള്ള കാര്യത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുകയും ഇത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിനെ അവിടെ പ്രവേശിപ്പിക്കാതിരിക്കുന്നു. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഈ സംഭവം വിധേയമാവുകയും ഈ മാൾ അടച്ചിടാനുള്ള തീരുമാനത്തിലേക്ക് സംവിധാനങ്ങൾ എത്തുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു പ്രാഥമികമായും ലഭ്യമായിരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള വാർത്തയെന്ന് പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്കാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ നികുതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി ഈ മാൾ കൃത്യമായ രീതിയിൽ നികുതി അടച്ചിരുന്നില്ല. അതിനെ തുടർന്നാണ് ഈ നികുതി പിരിവുമായി ബന്ധപ്പെട്ട നഗരസഭയുടെ സംവിധാനങ്ങളെല്ലാം തന്നെ അവിടെ വരികയും ഈ മാൾ അടച്ചു പൂട്ടുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നത്. ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി നഗരസഭാ ജീവനക്കാർ അവിടെ എത്തുകയും ഇത് സീൽ ചെയ്ത് പോവുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും ഈ 2 വിഷയങ്ങളും ഈ മാളിന് കൃത്യമായ രീതിയിൽ കുപ്രസിദ്ധി നേടിക്കൊടുത്തു എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. മറിച്ച് ഈ നിയമം കൃത്യമായ രീതിയിൽ ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ തന്നെ ബഹുമാനിക്കാനോ അതിനെ അംഗീകരിക്കാനോ ഒരു തരത്തിലുള്ള നിലപാടും സ്വീകരിക്കാത്ത രീതിയിൽ അത്രമാത്രം ഒരു കാടത്തം എന്ന് പറഞ്ഞ വാക്ക് പോലും ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം കാടിനൊക്കെ അതിൻ്റേതായിട്ടുള്ള നീതിയും നിയമവും ഒക്കെ തന്നെ ഉണ്ട്. അതിനനുസരിച്ചുള്ള ഒരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു സമീപനം എന്തായാലും ആ മാൾ ജീവനക്കാരുടെ ഭാഗത്തുനിന്നോ ഉടമകളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 തരത്തിലുള്ള കേസുകളാണ് നിലവിലുള്ളത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ അപമാനിച്ചതിനുള്ള നടപടി, അത് നിയമ നടപടി തന്നെ ഈ മാൾ ജീവനക്കാരും അതിൻ്റെ ഉടമയും നേരിടണം. ഒപ്പം തന്നെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അത് ഈ നികുതി അടയ്ക്കലുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വർഷമായി നികുതി അടയ്ക്കാതെ ഇരുന്നിട്ടാണ് ഇത്തരത്തിൽ ഈ സംഭവങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടുവന്നത് എന്നുള്ളതാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ വാർത്ത നൽകിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഈ നികുതി വെട്ടിപ്പിൻ്റെ വിഷയത്തെക്കുറിച്ച് ഒരു തരത്തിലുള്ള ചർച്ചകളിലേക്കും കാര്യങ്ങൾ പോകാതെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. കാരണം ഈ മുണ്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായും മലയാളികൾക്കും ഒപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ അതൊരു വികാരം തന്നെയാണ്. മുണ്ടുടുക്കുക, ആവശ്യഘട്ടങ്ങളിൽ മുണ്ട് മടക്കി കുത്തുക തുടങ്ങിയതൊക്കെയും ഏറ്റവും അഭിമാനത്തോടു കൂടിയും വലിയ കാര്യത്തോടു കൂടിയൊക്കെ സംസാരിക്കുന്നതാണ്. ഒപ്പം വസ്ത്രധാരണം എന്ന് പറയുന്നത് അവരവരുടേതായിട്ടുള്ള ഒരു അവകാശവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഇതെല്ലാമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത്. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലുള്ള നടപടി, അതിനുള്ള ശിക്ഷാവിധി എന്തായാലും ഉണ്ടാവും. ഒപ്പം തന്നെ ഈ നികുതി വെട്ടിപ്പ് അതും ഇതിൻ്റെ കൂടെ തന്നെ ചർച്ച ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ്.